ഇഡലിയും പുട്ടും ദോശയും ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല. മലയാളികൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം തന്നെയാണ് ഇഡലിയും ദോശയും പുട്ടും ഒക്കെ. പക്ഷേ പ്രമേഹം ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആഹാരം അത്ര നല്ലതല്ല. എന്തുകൊണ്ട് നല്ലതല്ല? കാരണം ഇത് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ് കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള ഇഡലി, പുട്ട്, ദോശ പോലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലത് ഷുഗർ സ്പൈക്ക് ചെയ്യുകയും ഷുഗർ കൂടാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. പ്രമേഹം വന്നിരിക്കുന്ന ആൾക്കാർക്ക് ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുക. ആ സമയത്ത് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗർ കൂടുകയാണ്. ഇതിന് എന്താണ് നമുക്ക് ബദലായിട്ട് കഴിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരം നമ്മളെ ട്രഡീഷനിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ വിഷുവിനൊക്കെ ഉപയോഗിക്കുന്ന നവധാന്യങ്ങൾ, ഈ നവധാന്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഷുഗർ